നേഷൻ ഫസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളോടൊപ്പം എന്നുള്ളത് CPM പ്രതിനിധിയായിട്ടുള്ള KA ബഷീറാണ്. നമസ്കാരം സർ. നമസ്കാരം. പയ്യന്നൂർ വിഷയം അങ്ങ് കത്തിക്കൊഴുക്കുകയാണ് ശരിക്കും. ഉളുപ്പില്ലേ നിങ്ങൾക്ക് രക്തസാക്ഷി ഫണ്ട് തട്ടിയെടുത്ത് ഇങ്ങനെ നടക്കാൻ, അല്ലെങ്കിൽ അതേ തട്ടിയെടുത്ത ആൾക്കാരെ നേതൃസ്ഥാനത്ത് നിൽക്കാൻ ഒരു ഉളുപ്പില്ലേ എന്നുള്ള രീതിയിലാണ് സൈബർ ഇടങ്ങളിലാണെങ്കിലും അങ്ങനെ ഒരു ചോദ്യമാണ് CPM-നെതിരെ പയ്യന്നൂർ ഉയർന്നു വരുന്നത്. കോൺഗ്രസ് BJP സംഘർഷങ്ങളും നമ്മൾ കണ്ടതാണ്. ശരിക്കും എന്താണ് പയ്യന്നൂരിലെ ഒരു അവസ്ഥ? കുഞ്ഞികൃഷ്ണൻ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു തട്ടിപ്പ്, രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് നടന്നിട്ടുണ്ടോ? അത് സംബന്ധിച്ച് വന്ന വിവാദങ്ങൾ, അതല്ലെങ്കിൽ കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങൾ, അപ്പോൾ അതിനൊക്കെ എതിരായിട്ട് കൃത്യമായി കണ്ണൂരുള്ള പാർട്ടി മറുപടി, ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള അവിടെയുള്ള മുതിർന്ന നേതാക്കന്മാരൊക്കെ അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. കൃത്യമായ മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും പാർട്ടിയുടെ ഒരു ആധികാരിക മറുപടി പറയാൻ ഞാനാളല്ല, എങ്കിലും അത് സംബന്ധിച്ച് നമുക്കറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഏതാണ്ട് 2 വർഷം മുമ്പാണ് ഈ ആരോപണം ഉയർന്നു വരുന്നത്. ധനരാജ് രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം കുഞ്ഞികൃഷ്ണൻ തന്നെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIM-ൻ്റെ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടി എന്നുള്ള നിലയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ പാർട്ടി സ്വീകരിക്കുന്ന ചില സമീപനങ്ങളും രീതികളും ഒക്കെ ഉണ്ട് അത് സംബന്ധിച്ച്. അപ്പോൾ ആ നിലയിൽ പാർട്ടി ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചുകൊണ്ട് കൃത്യമായൊരു പരിശോധന അതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. ആ പരിശോധനയിൽ ഏതെങ്കിലും തരത്തിൽ ഒരു നയാ പൈസയുടെ ഒരു തട്ടിപ്പോ അഴിമതിയോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അത് വകമാറ്റി പോകുന്നതോ ആയിട്ടുള്ള ഒരു കാര്യവും ആ അന്വേഷണ കമ്മീഷനുമായി ബന്ധപ്പെട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ പറയുന്ന കുഞ്ഞികൃഷ്ണന് തന്നെയാണ് അതിനകത്ത് പ്രധാനമായിട്ടും അതിൻ്റെ ഏറ്റവും അധികം പ്രധാനമായ മൊഴി അല്ലെങ്കിൽ സാക്ഷിയായിട്ട് അതിനകത്ത് പരിശോധിക്കപ്പെട്ടിട്ടുള്ള ആൾ കുഞ്ഞികൃഷ്ണൻ തന്നെയാണ്. അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ ആവർത്തിക്കുക അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഇന്ന രീതിയിൽ അതിൽ ഇന്ന കാര്യം നടന്നു എന്ന് തെളിയിക്കുന്ന ഒരു തെളിവും അദ്ദേഹത്തിന് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ആ ഫണ്ട് പിരിവ് പിന്നീട് അതിൻ്റെ കണക്ക് പാർട്ടി സംഘടനാ രീതി അതാണ്. ഏതെങ്കിലും ഒരു കാര്യത്തിനൊരു ഫണ്ട് പിരിച്ചാൽ, അതൊരു സമ്മേളനമായാലും ഒരു മീറ്റിംഗ് ആയാലും ഇത്തരത്തിലുള്ള നിർമ്മാണമായാലും എന്ത് കാര്യങ്ങളായാലും ഒരു ഫണ്ട് പിരിച്ചാൽ സമയബന്ധിതമായി അതിൻ്റെ കണക്ക് പാർട്ടിക്കകത്ത് അവതരിപ്പിച്ച് പാർട്ടിയുടെ അംഗീകാരം വാങ്ങണം എന്നുള്ള ഒരു രീതി പാർട്ടി സ്വീകരിച്ചു വരുന്നുണ്ട്. അതിനകത്ത് ചില വീഴ്ചകൾ, കാലതാമസം ഉണ്ടായി എന്നുള്ള നിലയിൽ ആണ് അതിനകത്ത് കണ്ടെത്തിയിട്ടുള്ള ഏക ഒരു പോരായ്മ. എന്തായാലും അതൊരു ഗൗരവമുള്ളൊരു പോരായ്മ തന്നെയാണ് എന്നുള്ള നിലക്ക് അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ പേരിൽ ചില ശിക്ഷാ നടപടികൾ വന്ന് സ്വീകരിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് അറിയാൻ കഴിയുന്നൊരു കാര്യം. പിന്നെ ഫണ്ടിൻ്റെ കാര്യം പറയുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ മഞ്ചേശ്വരം മുതൽ പാറശാല വരെ എടുത്താൽ CPIM-മായി ബന്ധപ്പെട്ട് ഒരുപാട് സ്മാരകങ്ങളും അല്ലെങ്കിൽ പാർട്ടി ഓഫീസുകളും ഒക്കെ കാണാം. ഇപ്പോൾ കണ്ണൂർ നായനാർ അക്കാഡമി ഉണ്ട്, തിരുവനന്തപുരത്ത് വളപ്പശാലയിൽ EMS അക്കാഡമി ഉണ്ട്, അതേപോലെ ഒട്ടനവധി. ഇപ്പോൾ എറണാകുളം ജില്ല എടുത്തു കഴിഞ്ഞാൽ AP വർക്കി മിഷൻ ഹോസ്പിറ്റൽ, അതൊക്കെ ഓരോ സ്മാരകങ്ങളാണ്. ഇതെല്ലാം ഈ നാട്ടിലെ ബഹുജനങ്ങളിൽ നിന്ന് ഫണ്ട് പിരിച്ചുകൊണ്ടാണ്, അത് ചെറിയ നാണയത്തൊട്ടുകൾ മുതൽ പിരിച്ചുകൊണ്ടാണ്. ഞങ്ങളൊക്കെ അതിനുവേണ്ടി പിരിവിനിറങ്ങിയിട്ടുള്ള ആളുകളാണ്. ഇത്തരം സ്ഥാപനങ്ങളൊക്കെ പടുത്തുയർത്തിയിട്ടുള്ളത് പാർട്ടിയുടെ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസ് മുതൽ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് വരെ. ഇപ്പോൾ ഈ അടുത്തിടെ ഉയർന്നിട്ടുള്ള സംസ്ഥാന കമ്മിറ്റി ഓഫീസുണ്ട് തിരുവനന്തപുരത്ത്, വലിയ ഇതിൽ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു നാടാണ് കേരളം. അതിൻ്റെ ഇടയിലാണ് പയ്യന്നൂരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം ഒരു ആരോപണം വന്നിട്ടുള്ളത്. അപ്പോൾ ആരോപണം ഉയർത്തിയിട്ടുള്ളത് അവിടെയുള്ള ജില്ലാ കമ്മിറ്റി അംഗവും മുതിർന്നൊരു നേതാവുമാണ്. അപ്പോൾ ആ ആരോപണത്തിൻ്റെ പുറയിൽ, ഉയർത്തിയതിൻ്റെ പുറയിലുള്ള ചില സാഹചര്യങ്ങളൊക്കെ അവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതൊക്കെ ഇനിയും പാർട്ടി പരിശോധിച്ച് പറയപ്പെടേണ്ട കാര്യങ്ങളാണ്. ഒരു കാര്യം കൂടി പറയാം. കേരളത്തിൽ CPIM മാത്രമല്ല ഫണ്ട് പിരിച്ചിട്ടുള്ളത്. ഇപ്പം നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ ഞാനൊക്കെ കണ്ടൊരു ഓർമ്മയും ചെറിയൊരു ഓർമ്മയൊക്കെ എനിക്കുണ്ട്. ഡോക്ടർ KG അടിയോടി കേരളത്തിലെ കറ തീർന്ന പഴയകാല കോൺഗ്രസ് നേതാക്കളിലൊരു പ്രധാനപ്പെട്ട ഒരാളായിരുന്നു. KG അടിയോടിക്ക് സ്മാരകം പണിയാൻ കോഴിക്കോട് ഫണ്ട് പിരിച്ചിട്ടുണ്ട്. എന്നാൽ ഫണ്ട് പിരിച്ചതിൽ പല ആളുകളൊന്നും ജീവിച്ചിരിപ്പില്ല. ആ ഫണ്ട് എവിടെ പോയി എന്നുള്ള വിവരം പോലും, അല്ലെങ്കിൽ അത് എന്തായി എന്ന് പോലും ഇന്ന് കോൺഗ്രസ്സിന് പോലും ഇന്നത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് പറയാൻ കഴിയുന്നില്ല. CN സ്റ്റീഫൻ്റെ സപ്തതി മന്ദിരം എന്നുള്ള നിലയിലൊരു സ്മാരകം പണിയാൻ നിരവധി ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അതൊക്കെ ഈ കേരളത്തിൽ നടന്നു പോയിട്ടുണ്ട്. അതൊന്നും ഒരു ചർച്ച പോലും അല്ലാതെ ഇത് കൃത്യമായി പാർട്ടി പരിശോധിച്ച് നിലപാട് പറഞ്ഞിട്ടുള്ളൊരു കാര്യത്തിലാണ് ഇപ്പോൾ ഈ വിവാദം ഉണ്ടാക്കുന്നത്. തീർച്ചയായിട്ടും CPM-നെതിരെ പല ഘട്ടങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ളൊരു ആരോപണം പോലെയുള്ളൊരു ആരോപണമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാർട്ടി വീണ്ടും അത് സംബന്ധിച്ച് പരിശോധനകൾ നടത്തുന്നുണ്ട്. ഇത് പക്ഷേ പ്രതിപക്ഷത്ത് നിന്ന് ഉയർന്നു വന്ന ഒരു ആരോപണമല്ല. അതാണ് ഇതിൽ ഒരു പാർട്ടിയെ വെട്ടിലാക്കില്ലേ എന്ന് ഞാൻ നേരത്തെ ഒരു ചർച്ചയിൽ ഞാനത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഇത് കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്നത് പാർട്ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരാളാണ്.
ഒരാൾ പാർട്ടിയിൽ ഉൾപ്പെടുന്ന ഒരാൾ രണ്ടാമത് വീണ്ടും അതേ ആരോപണം തന്നെ പറയുന്ന സമയത്ത് അതിലൊരു കഴമ്പുണ്ടാവില്ലേ? എന്തുകൊണ്ടാണ് എന്നെങ്കിൽ സ്വാഭാവികമായി CPM-നെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഗോവിന്ദൻ മാസ്റ്റർ വന്ന് പറയുന്നുണ്ട്, കൃത്യമായ അച്ചടക്ക നടപടി വി കുഞ്ഞികൃഷ്ണനെതിരെ പാർട്ടി എടുക്കുന്നതായിരിക്കും. രക്തസാക്ഷി ഫണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അതിനെ വളരെ അമൂല്യമായിട്ട് അല്ലെങ്കിൽ അത്രത്തോളം പവിത്രമായിട്ടാണ് കാണുന്നത്. അതിൽ നിന്നൊന്നും വെട്ടിപ്പൊന്നും നടത്താറില്ല. പക്ഷേ ഒരു തവണ ഇതേ ആരോപണം പറഞ്ഞ ആള് തന്നെയാണ് വീണ്ടും ഉന്നയിച്ചിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ നടപടിയോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞികൃഷ്ണൻ അത് ബോധ്യപ്പെടുമായിരുന്നെങ്കിൽ വീണ്ടും എന്തിനാണ് ഇങ്ങനെ ഒരു CPM-നെ വെട്ടിലാക്കുന്ന രീതിയിൽ വീണ്ടും ഒരു ആരോപണം ഉന്നയിച്ചത്? അല്ല, അതിൻ്റെ മറുപടി നേരത്തെ പറഞ്ഞതിലുണ്ടല്ലോ. ഈ രക്തസാക്ഷികളെ സംബന്ധിച്ച് പാർട്ടി രക്തസാക്ഷികളെ കാണുന്നത് എങ്ങനെയാണെന്ന് നമ്മുടെ ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. ഓരോ രക്തസാക്ഷി ദിനാചരണങ്ങളും അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങളെ സഹായിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ സ്മാരകങ്ങൾ എത്രത്തോളം മഹത്തരമായിട്ടാണ് രക്തസാക്ഷികളെ കാണുന്നതെന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാരോപണം ഇപ്പോൾ വീണ്ടും ഇപ്പം ഗോവിന്ദൻ മാഷ് പറഞ്ഞത് ശരി തന്നെയാണ്. കൃത്യമായിട്ട് അത് സംബന്ധിച്ചൊരു പരിശോധന പാർട്ടി ഇതുവരെ നടത്തിയതിൽ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ എന്തെങ്കിലും ഉള്ളതായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ പാർട്ടിയെ ഇകഴ്ത്തി കാണിക്കുന്ന, അപകീർത്തിപ്പെടുത്തുന്ന, അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ മോശപ്പെടുത്തുന്ന അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ തീർച്ചയായിട്ടും നടപടി സ്വീകരിക്കണമല്ലോ. അത് പാർട്ടി കണ്ടെത്താത്ത കാര്യം എങ്ങനെയാണ് പിന്നെ കുഞ്ഞികൃഷ്ണൻ മാത്രം കണ്ടെത്തുന്നതും പിന്നെ VT മധുസൂദനെതിരെ ഇത്ര വലിയൊരു ആരോപണം വന്ന് ഉന്നയിക്കുന്നതും അയാൾ ഉറച്ച അതേ നിലപാടിൽ തന്നെ നിൽക്കുന്നതും? അപ്പോൾ പാർട്ടി അറിയാത്ത കാര്യം പാർട്ടിക്കുള്ളിലെ വി കുഞ്ഞികൃഷ്ണന് മാത്രം അറിയാൻ സാധിക്കുന്നത് എങ്ങനെ? അത് തന്നെയാണല്ലോ, കുഞ്ഞികൃഷ്ണനാണല്ലോ തെളിവ് സഹിതം. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇത് സംബന്ധിച്ച് പാർട്ടി നേരത്തെ ആരോപണം ഉന്നയിച്ചപ്പോൾ പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. അതിന് അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ട്. അവർ ഈ കുഞ്ഞികൃഷ്ണൻ്റെ അടുത്തുനിന്ന് ഉൾപ്പെടെ മൊഴിയെടുത്തിട്ടുണ്ട്. സ്വാഭാവികമായും അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്ന ഒരാൾ അത് സാധൂകരിക്കുന്ന മൊഴി അല്ലെങ്കിൽ തെളിവുകൾ അല്ലെങ്കിൽ മറ്റനുബന്ധ രേഖകളൊക്കെ സമർപ്പിക്കാൻ ബാധ്യസ്ഥരാണ്. ഇതിപ്പോൾ കുറച്ച് ആരോപണങ്ങൾ ആൾ പറഞ്ഞു ഇയാൾ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകൾ പറഞ്ഞ പേരുകളല്ലാതെ അല്ലെങ്കിൽ അത്തരം കുറേ ഇതല്ലാതെ ഇത് സംബന്ധിച്ച് കൃത്യമായ രേഖകൾ വേണമല്ലോ. ഇത് ഇന്ന ആളുടെ അടുത്ത് നിന്ന് പിരിച്ചിട്ടുണ്ട്, ആ പൈസ കണക്കിൽ രേഖപ്പെടുത്തിയിട്ടില്ല, ഇതിനൊക്കെ കണക്കുണ്ടല്ലോ. ഏതെങ്കിലും ഒരു പൈസ കണക്കിൽ രേഖപ്പെടുത്താതെ പോയിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറയുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു വിശ്വാസ്യത നമുക്ക് ബോധ്യപ്പെടുള്ളൂ. ഇദ്ദേഹം വാമൊഴിയായി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും അത് ആവർത്തിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് പാർട്ടി പരിശോധന നടത്തി അതിൻ്റെ വിവരങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പാർട്ടിക്കുള്ളിൽ ഒരു അച്ചടക്കം പൂർണ്ണമായി നിലനിൽക്കാത്തത് കൊണ്ടാണോ വി കുഞ്ഞികൃഷ്ണനെ പോലെയുള്ളവർ വീണ്ടും വന്ന് പാർട്ടിക്കെതിരെ സംസാരിക്കുന്നത്? അച്ചടക്കത്തിൻ്റെ പ്രശ്നമല്ല, അച്ചടക്കം പാർട്ടിക്കകത്തൊക്കെ ഇപ്പം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇത് മനുഷ്യരുടെ പാർട്ടിയാണല്ലോ. മനുഷ്യരുടെ പാർട്ടി എന്നുള്ള നിലക്ക് ഇതിക്ക് മുൻകാലങ്ങളിലും ഒട്ടേറെ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പല ആളുകളും പാർട്ടിക്കെതിരായി വർത്തമാനം പറഞ്ഞ് പല ആരോപണങ്ങളും ഉന്നയിച്ച കഥകളൊക്കെ ഉണ്ട്. അതെല്ലാം ഇന്ന് എവിടെ എത്തി എന്നുള്ളത് നമ്മുടെ മുമ്പിലുണ്ട്. അതിൻ്റെ ഒന്നും ഓരോന്നും ഇപ്പം എണ്ണി ഉദാഹരണ സഹിതം പറയാനൊന്നും നമുക്ക് സമയപരിധിയുണ്ട്. ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ടല്ലോ. വന്ന അതൊക്കെ വേണമെങ്കിൽ സമയമുണ്ടെങ്കിൽ നമുക്കതെല്ലാം പറയാം. ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ട്. ആരോപണങ്ങളൊക്കെ അങ്ങനെ വെറുതെ വരുമെന്ന് ഒരു ജനങ്ങളും വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു, ഇങ്ങനത്തെ ഒരു ഫണ്ടുകളുടെ അതിന്റെ കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ അങ്ങനെ കണക്കുകൾ കൊടുക്കാതിരുന്നത് പാർട്ടിയുടെ ഒരു പിഴവായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ പാർട്ടിയുടെ അല്ല, അതിന് ഉത്തരം അത് ചുമതല ഒരാൾ വന്ന് അങ്ങനെ സ്വയം ചുമതല ഏൽക്കുകയല്ല. അതിന് പാർട്ടി കമ്മിറ്റികൾ അതിന് ചുമതല നിശ്ചയിക്കും. ഇപ്പൊ പാർട്ടി തന്നെയല്ലേ അവർക്ക് ആ ചുമതലകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ പാർട്ടി തീരുമാനിക്കുന്ന ആൾക്കാരാണ് ആ ചുമതല സ്ഥാനത്തുള്ളത്. അപ്പോൾ അവരുടെ പിഴവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി പാർട്ടിയുടെ പിഴവായിട്ട് നമുക്ക് കണക്കാക്കേണ്ടി തന്നെ ഇരിക്കുന്നു. ബാക്കിയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും ഈ ഉൾപാർട്ടി സംഘടനത്തിലാണെങ്കിലും ഒരുപാട് പിഴവുകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നു. പക്ഷെ CPM-നെ സംബന്ധിച്ച് നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല, നിങ്ങളെല്ലാം ഒരുമിച്ചാണ് മുന്നേറുന്നത് അല്ലെങ്കിൽ ഒരുമിച്ചാണ് തീരുമാനമെടുക്കുന്നത് പറയുകയും ചെയ്യും. പക്ഷേ പാർട്ടിക്കകത്ത് തന്നെ വിഭിന്നമായിട്ടുള്ള ഇത്തരത്തിൽ പാർട്ടിയെ കുടുക്കിലാക്കുന്ന പ്രസ്താവനകൾ മുന്നോട്ട് വരികയും ചെയ്യും. ഇപ്പോൾ വി കുഞ്ഞികൃഷ്ണന്റെ ഈ ഒരു പ്രസ്താവനയ്ക്ക് ശേഷം പയ്യന്നൂർ ഒരുപാട് ഫ്ലെക്സുകൾ കണ്ടു. VS-നൊപ്പം വി കുഞ്ഞികൃഷ്ണനെ വെച്ചുകൊണ്ട് ഞങ്ങൾ വി കുഞ്ഞികൃഷ്ണനൊപ്പമാണെന്ന് പയ്യന്നൂരിലെ ഈ പറയുന്ന CPM പ്രവർത്തകർ എന്ന് വെച്ചാൽ വി കുഞ്ഞികൃഷ്ണനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രവർത്തകരാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരേ പാർട്ടിക്കുള്ളിൽ തന്നെ വി കുഞ്ഞികൃഷ്ണനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, അതേപോലെ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിട്ടുള്ള നിലപാടിനൊപ്പം നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഫ്ലെക്സ് വയ്ക്കുന്നത് കേരളത്തിൽ ആദ്യമല്ല. നേരത്തെ VS-മായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ ഉയർന്നപ്പോഴും ഇതേപോലെ ഫ്ലെക്സുകൾ കേരളത്തിൽ വന്നിട്ടുണ്ട്. ആ ഫ്ലെക്സുകളൊക്കെ അവിടെ സ്ഥാപിച്ചത് ആരാന്നുള്ളതൊക്കെ കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് പാർട്ടിയിൽ നിന്ന് അകന്നു പോയവരും പാർട്ടിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരും പാർട്ടിക്കെതിരായി നിൽക്കുന്ന ആളുകൾ ഉൾപ്പെടെയാണ് വച്ചതെന്നൊക്കെ ഈ എറണാകുളം ജില്ലയിലൊക്കെ ഉൾപ്പെടെ നമ്മുടെ മുമ്പിൽ അതിൻ്റെ തെളിവുകൾ ഉണ്ട്. പാലക്കാട് ജില്ലയിൽ ഇതേപോലെയുള്ള പ്രശ്നങ്ങളുണ്ടായപ്പോൾ അവിടെ പാലക്കാട് ജില്ലയിലുമൊക്കെ അതുപോലെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ചില മാധ്യമങ്ങൾ തന്നെ ചില ആളുകളെ കൊണ്ട് പോസ്റ്റർ ഒട്ടിച്ച് അത് വീഡിയോ എടുത്ത് വാർത്തയാക്കിയതിൻ്റെ കഥകളും തെളിവുകളും പിന്നീട് കേരളത്തിൽ പുറത്തു വന്നിട്ടുണ്ട്.
അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ഇന്ന ആളുടെ ഒപ്പമാണ് എന്ന് പറഞ്ഞ് ഫ്ലെക്സ് വെക്കുന്നതിനൊന്നും ഇപ്പോൾ അത്ര വലിയ പ്രയാസമോ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. മാധ്യമ ശ്രദ്ധ തന്നെയാണ് അതിൻ്റെയൊക്കെ അടിസ്ഥാനം. ഒരു കാര്യത്തിൽ പരമാവധി എത്രത്തോളം അത് മാധ്യമ ശ്രദ്ധ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. അത് നിരവധി ഉദാഹരണങ്ങളും അനുഭവങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ആ നിലയിൽ കണ്ടുപോയാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ കണ്ണൂർ തിരഞ്ഞെടുപ്പിൽ ഈ പ്രശ്നങ്ങളൊന്നും അവിടെ ഒരു ചർച്ചാ വിഷയമാവില്ലേ? തെരഞ്ഞെടുപ്പിൽ ചർച്ച ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തും. ഇത് മാത്രമല്ലല്ലോ, ഒരുപാട് വിഷയങ്ങൾ ചർച്ച ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുമല്ലോ. അതിനൊക്കെ രാഷ്ട്രീയമായി തന്നെ, സംഘടനാപരമായി രാഷ്ട്രീയമായി തന്നെ നേരിടാനുള്ള ശേഷി കേരളത്തിലെ CPIM-നുണ്ടെന്നുള്ളത് നമുക്ക് മുൻകാലാനുഭവങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഒത്തിരി ഇനി ഒരുപാട് കാര്യങ്ങളൊക്കെ ഇനി വരാനുണ്ടാവുമല്ലോ. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ എന്ത് അച്ചടക്ക നടപടിയായിരിക്കും വി കുഞ്ഞികൃഷ്ണനെതിരെ പൊതുവെ പാർട്ടി എടുക്കുന്നത്? അല്ലെങ്കിൽ പൊതുവെ ഇത്ര വർഷങ്ങളായിട്ട് നിങ്ങളൊക്കെ പാർട്ടിയിൽ ഉൾപ്പെടുന്ന ഒരാൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം നിലവിൽ വരികയാണെങ്കിൽ ഇപ്പോൾ വന്ന സാഹചര്യത്തിൽ എന്ത് അച്ചടക്ക നടപടിയായിരിക്കും സ്വീകരിക്കാൻ പോകുന്നത്? അത് ആരോപണത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവമൊക്കെ അതിൻ്റെ ഗൗരവമൊക്കെ പരിശോധിച്ച് അതിന് പാർട്ടിക്ക് 4-5 നടപടി രീതികളുണ്ടല്ലോ. ശാസന, പരസ്യശാസന, അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിവാക്കുക, പിന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്നൊക്കെ അങ്ങനെയുള്ള. അതിപ്പോൾ ഏതാണെന്നുള്ളത് അവിടുത്തെ പാർട്ടിയും ബന്ധപ്പെട്ട ആളുകളാണ്. അതിപ്പോൾ എനിക്ക് ഇവിടെ ഇരുന്ന് അത് പറയാൻ പറ്റില്ല. കണ്ണൂർ പയ്യന്നൂരുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു വിഷയമുള്ള 4-5 ഘട്ടങ്ങൾ, 4-5 രീതിയിലുള്ള സംഘടനാ നടപടികളുണ്ട്. അതിൻ്റെ കുറ്റത്തിൻ്റെ സ്വഭാവവും ഗൗരവവും അത് പാർട്ടിയെ ബാധിക്കുന്ന കാര്യങ്ങൾ അതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അത് തീരുമാനിക്കുന്നത്. അത് അവിടുത്തെ പാർട്ടി ഘടകമാണ്. കണ്ണൂർ ജില്ലാ പാർട്ടിയാണല്ലോ, അല്ലെങ്കിൽ പയ്യന്നൂർ പാർട്ടിയാണല്ലോ തീരുമാനിക്കുക. അതിപ്പോൾ മുൻകൂട്ടി പറയാൻ ഞാൻ ആളല്ല. പുറത്താക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നതെങ്കിൽ, കാരണം നിലവിൽ അവിടെ സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസും BJPയും ഈ ഒരു വിഷയം പ്രധാന ആയുധമാക്കി തന്നെയാണ് അവിടെ കൊണ്ടുപോകുന്നത്. അത്തരത്തിലുള്ള സംഘർഷങ്ങൾ നമ്മൾ നിലവിൽ ഈ മാധ്യമങ്ങളിലൂടെ കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പുറത്താക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കിടക്കുന്നത് എങ്കിൽ വി കുഞ്ഞികൃഷ്ണൻ പാർട്ടി വിട്ട് മറ്റു പാർട്ടിയിലേക്ക് പോകുമോ? അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? അതെനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായി എനിക്കറിയില്ല. ഈ മാധ്യമങ്ങളിലൊക്കെ വരുന്ന കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് അറിയാവുന്നത്. പിന്നെ പാർട്ടിയെ സംബന്ധിച്ച് നടപടികൾ ഒരാളെ തിരുത്താനും കൂടി വേണ്ടിയിട്ടാണല്ലോ. അങ്ങനെ തിരുത്തി കൊണ്ട് പാർട്ടിയുടെ ഒപ്പം നിർത്തേണ്ട ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പാരമ്പര്യവും അല്ലെങ്കിൽ മുൻകാല പാർട്ടി പ്രവർത്തനവും അവിടുത്തെ സാഹചര്യങ്ങളാണ്. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വ്യക്തിപരമായി അറിയില്ല. അപ്പോൾ അതെല്ലാം പരിശോധിച്ച് പാർട്ടിയുടെ കൂടെ നിർത്തേണ്ട ഒരാളാണെങ്കിൽ ചിലപ്പോൾ ആ നിലയിലുള്ള നടപടികളായിരിക്കാം. അതല്ല പാർട്ടിക്ക് കൂടെ നിർത്താൻ കഴിയാത്ത ഒരു കടുത്ത നിലപാട് സ്വീകരിച്ച് നിൽക്കുന്ന ഒരാളാണെങ്കിൽ, അത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇവിടുത്തെ ഒരു കാര്യങ്ങളില്ലല്ലോ, എനിക്ക് അതിൻ്റെ ഒരു ഗൗരവം അളവ് പോലും പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് സംബന്ധിച്ച് ഉള്ള കാര്യം.